വരുൺ കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്കിന്നലെ ഉറങ്ങാനേ പറ്റിയില്ല. അതാ ഞാൻ പെട്ടെന്നിങ്ങനെ. ഉറങ്ങാതെ ഇരുന്നത് തെറ്റ്. പക്ഷെ ഭർത്താവ് കുറച്ചു ദിവസം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ ടെൻഷനാകുന്ന ഭാര്യ ഏതൊരു പുരുഷന്റെയും ഭാഗ്യമാണ്, അല്ലടാ? എന്നാലും ഈ നേരത്തെ ഇങ്ങനൊരു തലയിറക്കം. വരുൺ, ഇവൾ നിനക്ക് തരുന്ന സ്നേഹത്തിന്റെ ഇരട്ടി നീ തിരിച്ചു കൊടുക്കണം. അത് മറക്കണ്ട. അച്ഛൻ ഇവിടെ ഉണ്ടായ മുത്തശ്ശി എല്ലാ അച്ഛനോട് പറയും. മോളെ വാ, എഴുന്നേക്ക്, അകത്ത് പോയി കുറച്ചേരം കിടക്കാം. വാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പൊ നേരെയായി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ ബുദ്ധിമുട്ടുണ്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും മോള് ചോദിക്ക്. ഏട്ടന്റെയും വരുണിന്റെയും കൂടെ അച്ഛൻ കൂടി പോവോ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്? അതെന്തിനാ? അച്ഛൻ വരുണിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു സമാധാനമോ. എന്റെ കൂടെ ഏട്ടനുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞേ ഉള്ളൂ, അച്ഛന് പോവാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പോകാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ മോള് സിൻസിയറായിട്ട് പറഞ്ഞ കാര്യം അച്ഛൻ തള്ളിക്കളയുന്നില്ല. വരുൺ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നു. അച്ഛാ, അവിടെ നിന്നേ. മുത്തശ്ശി, നിങ്ങൾ ആരോടും ഒന്നും പറയില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താ ഈ പ്രിയങ്ക.